ഹായ് നമസ്കാരം. ദൃഢം നമ്മുടെ ഷൈൻ നിഗം പോലീസ് ഓഫീസറായിട്ട് എത്തിയ സിനിമയാണ്. സിനിമ കണ്ടിട്ട് ഇറങ്ങിയതാണ്. സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ മാർട്ടിൻ ജോസഫാണ്. അതായത് നമ്മുടെ ജിത്തു ജോസഫിൻ്റെ അസോസിയേറ്റ് ഡയറക്ടറായിരുന്നു. പുള്ളിയുടെ ആദ്യത്തെ ഡയറക്ഷനാണെന്ന് തോന്നുന്നു. ഇതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്ന രണ്ടുപേരാണ്. ഒന്ന് ജോമോൻ, അതുപോലെ തന്നെ ലിൻഡോ. സിനിമോട്ടോഗ്രാഫിയും ലൊക്കേഷനും അതുപോലെ തന്നെ ഇതിൻ്റെ BGM ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഷൈനും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഷൈനെ കൂടാതെ ഇതിനകത്ത് പിന്നെ മാത്യു വർഗീസ്, ദിലീഷ് പ്രഭാകർ, അതുപോലെ തന്നെ നന്ദനുണ്ണി, പിന്നെ നമ്മുടെ ശോഭി തിലകൻ, ഇവരെല്ലാവരും പോലീസുകാരാണ്. ഒരു ഫുൾ പോലീസ് സ്റ്റോറിയാണ് സിനിമ. ജിത്തു ജോസഫിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ആകുമ്പോഴത്തേക്ക് അറിയാമല്ലോ, പുള്ളിയുടെ ആ ഒരു പാറ്റേൺ ഇതിനകത്ത് പിടിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കാണാം. അപ്പം ഞാനതിൻ്റെ കഥയിലേക്ക് കിടക്കുന്നത് കാരണം നല്ലൊരു കിഡിലൻ സസ്പെൻസ് ഈ സിനിമയ്ക്കകത്തുണ്ട്. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമാണ് ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ചിട്ട് ഞാൻ കൂടുതലായിട്ട് പറയുന്നില്ല. വലിയ പ്രശ്നങ്ങളോ ക്രൈമോ എന്നുള്ളൊരു സ്ഥലമൊന്നുമല്ല. SIയും സർക്കിളൊന്നും ഇല്ലാത്ത ഒരു പോലീസ് സ്റ്റേഷൻ, കുറച്ച് കോൺസ്റ്റബിളുമാരും ഒക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിലാണ് നമ്മുടെ ഷൈൻ നിഗം വരുന്നത്. പിന്നെ പുള്ളി വന്നതിന് ശേഷം അവിടെ അന്നേ വരെ നടക്കാത്ത സംഭവങ്ങളൊക്കെയാണ് നടക്കുന്നത്. 2 മർഡർ, പിന്നെ ഒരു റോബറി. അപ്പോൾ ആ റോബറിയും മർഡറിനെയൊക്കെ ചുറ്റിപ്പറ്റിയുള്ള ഒരു അന്വേഷണം വരുന്ന ആ ഒരു സമയത്ത് നൈസായിട്ട് ആ ഇൻട്രോയിൽ പഞ്ചുകൊണ്ട് നിർത്തിയിട്ടുണ്ട്. നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല കേട്ടോ സത്യം. എനിക്ക് ഇതിനകത്ത് എന്താണ് അല്ലെങ്കിൽ ആരാണ് ഇത് ചെയ്തതെന്നുള്ളത് നമുക്ക് പറയാം. ഒരുപാട് ആളുകളിലേക്ക് ഇതിൻ്റെ ഹിന്ദി ഇങ്ങനെ പോയി കറങ്ങി സാധനം നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ആ ഇൻവെസ്റ്റിഗേഷനൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ സസ്പെൻസ് അവസാനം വരെ നിലനിർത്താൻ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട്. സിനിമയുടെ ഏറ്റവും പോസിറ്റീവ് ഘടകം പറയുന്നത് ഇതിൻ്റെ ക്ലൈമാക്സിലുള്ള ആ ഒരു സസ്പെൻസ് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ തിയേറ്ററിൽ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്യുക. കാരണം കാണണമെന്നുള്ളവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇനി ഇതിനെക്കുറിച്ചിട്ട് കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് സസ്പെൻസ് പോകും. എന്തായാലും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അഭിനയിച്ചിരിക്കുന്നവരെല്ലാം നല്ല പെർഫോമൻസ്. എനിക്ക് ശോഭി തിലകൻ്റെ ആ ഒരു പോലീസ് വേഷം, പുള്ളി കറക്റ്റ് ഒരു പോലീസുകാരനെ പോലെ തന്നെ അതിനകത്ത് അങ്ങോട്ട് അറുമാദിച്ചിട്ടുണ്ട്. അതൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഷൈൻ നിഗത്തിൻ്റെ പോലീസ് ക്യാരക്ടർ ഇടയ്ക്കൊക്കെ നമുക്ക് എടുത്താൽ പൊങ്ങാത്ത ഒരു സംഭവമായിട്ടൊക്കെ തോന്നിയെങ്കിലും അവസാനം ഇതിൻ്റെ ക്ലൈമാക്സിലേക്ക് വരുമ്പോഴത്തേക്ക് ഷൈനും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സിനിമ, വലിയൊരു സംഭവമാണെന്നൊന്നും പറയാനില്ല. ഒരു ചെറിയ ഒരു പോലീസ് സ്റ്റോറി, നല്ല രീതിയിലൊരു ക്രൈം ത്രില്ലർ രീതിയിൽ സിനിമ എടുത്തിട്ടുണ്ട്. ജിത്തു ജോസഫിൻ്റെ അസോസിയേറ്റ് ഡയറക്ടർ ആയതുകൊണ്ട് തന്നെ ജിത്തു ജോസഫിൻ്റെ ചെറിയ സംഭവങ്ങളൊക്കെ ഇതിനകത്ത് പിടിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ ദൃശ്യം 1, 2 ഒക്കെ കാണുന്ന സമയത്ത് അതിനകത്തും കൂടുതലും പോലീസുകാരുമായിട്ടുള്ള സംഭവം. ഇതൊരു മുഴുനീള പോലീസ് സ്റ്റോറിയാണ്. പക്ഷെ നമ്മൾ ഇതേവരെ ചിന്തിക്കാത്ത തരത്തിൽ അല്ലെങ്കിൽ നമ്മളെ പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാത്ത തരത്തിലാണ് അതിൻ്റെ ക്ലൈമാക്സ് കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സിനിമ എനിക്ക് അത്യാവശ്യം വർക്കായി. പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു ക്ലൈമാക്സ് ആണെന്നുണ്ടെങ്കിൽ സിനിമ ആവറേജിലും താഴെ പോയേനായിരുന്നു. പക്ഷേ കൊള്ളാം. 2 മണിക്കൂറേ ഉള്ളൂ സിനിമ. 2 മണിക്കൂർ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പെർഫോമൻസ് വൈസ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഷൈനും നല്ല രീതിയിൽ ഷൈൻ ചെയ്തിട്ടുണ്ട് സിനിമയ്ക്കകത്ത്. അപ്പോൾ ക്ലൈമാക്സ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ്. അത് ഞാൻ പറയുന്നില്ല. സിനിമ നിങ്ങൾ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നല്ലൊരു ക്രൈം മിസ്റ്ററി ത്രില്ലർ സിനിമ തന്നെയാണ്. നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. അവസാനത്തെ ഒരു ഫൈറ്റൊക്കെ കിടുവായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം അറിയിച്ചോ.